പഞ്ചായത്തിലെ വനിതാ മെമ്പർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ രാഷ്ട്രീയ വൈര്യമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് ആരോപണവുമായി രണ്ടാം പ്രതി രംഗത്ത്. താനൊരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് ഇദ്ദേഹം അവകാശപ്പെട്ടുവെങ്കിലും ഇത് നിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. കോൺഗ്രസ് പ്രവർത്തകനെന്ന് അവകാശപ്പെടുന്ന പൂയംകുട്ടി സ്വദേശി മനു വാർത്താസമ്മേളനവുമായി രംഗത്ത് വരികയായിരുന്നു. ഇക്കഴിഞ്ഞ വിഷുദിനത്തിലാണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വനിതാ മെമ്പറും കോൺഗ്രസ് പ്രവർത്തകയുമായ ബിന്ദു രാജേന്ദ്രന് മർദ്ദനമേൽക്കുന്നത്. മർദ്ദിച്ചത് CPM പ്രവർത്തകരാണെന്ന് പരാതിയുമായി ഇവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഏറെ വൈകിയാണ് പോലീസ് സംഭവത്തിൽ അന്വേഷണം പോലും ആരംഭിച്ചത്. സംഭവത്തിന് പിന്നിൽ CPIMന്റെ രാഷ്ട്രീയ വൈരമാണെന്നും ബിന്ദു രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഒന്നും രണ്ടും പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഉടനെ ജാമ്യത്തിൽ വിട്ടു. തുടർന്ന് രണ്ടാം പ്രതി പൂയംകുട്ടി സ്വദേശി ആഞ്ഞിലിമൂട്ടിൽ മനു എന്നയാൾ താനൊരു കോൺഗ്രസ് പ്രവർത്തകനാണെന്നും സംഭവങ്ങളൊന്നും തന്നെ രാഷ്ട്രീയ പ്രേരിതമല്ല എന്നും ആരോപിച്ച് രംഗത്ത് വരികയായിരുന്നു. തന്റെ സഹോദരങ്ങളായ മറ്റ് രണ്ടുപേരും ബിന്ദു രാജേന്ദ്രനും തമ്മിൽ നടന്ന സംഘടനത്തിൽ ഇടപെടുക മാത്രമാണ് താൻ ചെയ്തതെന്നും മനു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് രാഷ്ട്രീയപരമായ ഒരു വഴക്കും ബഹളവും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എൻ്റെ സഹോദരനായ മധുവിനെ മെമ്പറും മെമ്പറുടെ മകനും മെമ്പറുടെ അനിയനും പിന്നെ അവരുടെ സഹപ്രവർത്തകനാന്ന് പറയുന്ന അനിൽ എന്ന് പറഞ്ഞ ഒരാളും കൂടെ കൂടി മർദ്ദിക്കുന്ന കണ്ടുകൊണ്ട് ഓടി ചെന്ന് ഞാനെല്ലാവരും പിടിച്ചു മാറ്റി വിട്ടത് മാത്രമേ ഉള്ളൂ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. കമ്മ്യൂണിസ്റ്റിൻ്റെ ഗുണ്ടകളെല്ലാം കൂടെ കൂടി ചേർന്ന് കോൺഗ്രസിൻ്റെ മെമ്പറിനെ ആക്രമിച്ചു എന്നും പറഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ശരിക്കും പറഞ്ഞൊരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകനാണ് താനെന്ന് തറപ്പിച്ചു പറയുന്ന മനുവിന് ചെറുതായൊന്ന് നാക്കുളുക്കി. അറിയാതെ ഞങ്ങളുടെ സഖാക്കൾ എന്ന് വാർത്താസമ്മേളനത്തിനിടെ പറയുകയുണ്ടായി. പിന്നെ പ്രതാപൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചേട്ടൻ വലിച്ചു കീറുന്നതാണ് പറഞ്ഞത്. അന്നേരം അവിടെ പ്രതാപൻ എന്ന് പറഞ്ഞ ആൾ ആ സ്പോട്ടിലില്ല. അയാൾ ഞങ്ങളുടെ തന്നെ ഒരു പഴയ സഖാവ്. സാരമില്ല, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. എന്നാൽ മറ്റൊന്ന് ഉടനെ തന്നെ സംഭവിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ജോഷി പൊട്ടക്കൽ മനു ഒരു കോൺഗ്രസ് പ്രവർത്തകനോ അനുഭാവിയോ പോലും അല്ലെന്ന് തുറന്നടിച്ച് രംഗത്ത് വന്നു. അതിൽ തീർച്ചയായും ഈ രണ്ടാം പ്രതി മനു എന്ന് പറയുന്ന ആൾ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ അവിടെ ഒരുപാട് പാർട്ടി മീറ്റിങ്ങുകൾക്കും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പോയിട്ടുള്ള ആളാണ്. ഒരു മീറ്റിങ്ങുകളിൽ പാർട്ടിയുടെ ഒരു പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറായ ശ്രീമതി ബിന്ദു രാജേന്ദ്രനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇവർ പ്രതികളാവുകയും അറസ്റ്റിലാവുകയും ചെയ്തപ്പോൾ ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു CPMകാരനായിട്ടുള്ള മനു കോൺഗ്രസ് പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം മറ്റൊന്നുണ്ട്. ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകനാണ് താനെന്ന് തറപ്പിച്ചു പറയുന്ന മനു വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത് TM മീഡിയൻ സ്മാരക മന്ദിരത്തിലാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ CPIMന്റെ സഹായം ആവശ്യമാണോ എന്ന ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നു. പൂയംകുട്ടി സ്വദേശി മനു ആഞ്ഞിലിമൂട്ടിൽ എന്ന വ്യക്തി താൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് അടിവരയിട്ട് പറയുന്നു. എന്നാൽ ഇദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനം നടത്തിയ സ്ഥലം കോതമംഗലത്തെ CPMന്റെ കേന്ദ്രമായ TM മീഡിയൻ സ്മാരക മന്ദിരമാണ്. ഇതിലെ യുക്തിരാഹിത്യം മാത്രം എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. ക്യാമറമാൻ അപ്പു സുരേന്ദ്രനൊപ്പം മോഹൻ എബ്രഹാം, KCV ന്യൂസ്, കോതമംഗലം.